ഷേൺഷാട്ടിൻ്റെ ചരിത്ര പ്രസിദ്ധമായ സിയോൺ മലയിലുള്ള ഷേൺഷാട്ട് കപ്പേളയിൽ നിന്നും 2025 എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നന്മകളും നേരുന്നു. ഷേൺഷാട്ടിൻ്റെ ആധ്യാത്മികതയുടെ ഉറവിടമായ സിയോൺ മലയിലുള്ള കപ്പേളയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ധാരാളം ആളുകൾ ഈ കപ്പേളയിലേക്ക് വരികയും ഇവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരെ എല്ലാവരും പരിശുദ്ധാമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ കപ്പേളയിൽ വരുന്ന ആളുകൾക്ക് 3 വരങ്ങളാണ് ലഭിക്കുക. വരുന്ന ഏവരും ഇവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നു. പണ്ട് കാർന്നോന്മാർ പറയാറുണ്ട്, ഞാൻ വഴി നോക്കിയിരുന്ന് മടുത്തു. ഇവിടേക്ക് വരുന്ന ആളുകളെ നോക്കിയിരിക്കുന്ന ഒരമ്മയെയാണ് ഇവിടെ വരുന്ന ഏവരും കണ്ടുമുട്ടുക. ആ അമ്മയുമായിട്ട് സ്നേഹ ഉടമ്പടിയിൽ തന്നെ സമർപ്പിക്കുവാനും അമ്മയിൽ നിന്ന് ശക്തി സംഭരിക്കുവാനും അമ്മ നമ്മളെ സ്വീകരിക്കുന്ന അനുഭവം സ്വന്തമാക്കുവാനും ഈ 2025 ഏവരെയും കപ്പേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വരുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം സ്വഗ്രഹ അനുഭവമാണ്, അമ്മയുടെ അടുത്തായിരിക്കുന്ന അനുഭവം. രണ്ടാമതായി പരിശുദ്ധ കന്യകാമറിയം എലിസബയെ സന്ദർശിച്ച അവസരത്തിൽ ആ പുണ്യവതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതുതന്നെയാണ് ഇവിടെ വരുന്ന ഏവർക്കും അനുഭവമാകുക. 2025 പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഷേൺഷാട്ട് കപ്പേളകളിലേക്ക് നമുക്ക് തീർത്ഥാടനം നടത്താം. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഈ കപ്പേളയിൽ വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ധാരാളം മക്കളെപ്പോലെ നമുക്കും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ സാധിക്കും. ആന്തരികമായ ഒരു പരിവർത്തനമാണ് രണ്ടാമത്തെ അനുഗ്രഹമായി പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മകനായി മകളായി ആന്തരികമായി പരിവർത്തനപ്പെട്ട് ഈ കപ്പേളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ 2025 പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി തീരുവാൻ ഏവരെയും ഷേൺഷാട്ട് കപ്പേളകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും മിഷണറിമാരാക്കി കപ്പേളയിൽ നിന്ന് അയക്കുന്ന ഒരു അനുഭവം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പുതിയ മനുഷ്യരായി മാറും. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയ വ്യക്തി പരിശുദ്ധ അമ്മയെ പ്രേരിതരായി പരിശുദ്ധ അമ്മയുടെ പ്രചോദനത്താൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായ വ്യക്തികളായി നമ്മൾ മാറുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രേക്ഷിതരായി തീരാനും സാധിക്കും. മറ്റുള്ളവരെയും കപ്പേളയിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ വലിയ ദൗത്യം, നമ്മൾ അനുഭവിച്ച സ്വഗ്രഹ അനുഭവവും നമ്മൾ അനുഭവിച്ച ആന്തരിക ചൈതന്യവും പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ആ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ അയക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മിഷണറിമാരായി മാറുന്നത്. 2025 ആളുകളെ, നമുക്ക് പ്രിയപ്പെട്ടവരെ കപ്പേളകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് വഴിയായി പരിശുദ്ധ അമ്മയുടെ മിഷൻ ചൈതന്യം നമുക്കും സ്വന്തമാക്കാം. അതാണ് നമുക്ക് മൂന്നാമതായി അമ്മ നൽകുന്ന വലിയ ഒരു അനുഗ്രഹം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് ഷേൺഷാട്ട് കപ്പേളയിലേക്ക് വരുവാനും പരിശുദ്ധ അമ്മയുമായിട്ട് സ്നേഹോടമ്പടി നടത്തുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകരായി ഈ 2025 മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം 2025 പരിശുദ്ധ അമ്മ ഷേൺഷാട്ട് കപ്പേള വഴിയായിട്ട് ഇന്ത്യയിലുള്ള ആളൂരിലും അതുപോലെ തൃശ്ശൂരും അതുപോലെ ഇന്ത്യയിൽ തന്നെ ഇരിങ്ങാലക്കുടയിലും അതുപോലെ മധുരയിലും ബാംഗ്ലൂരിലുമെല്ലാം കപ്പേളകളിൽ കടന്നു വരുവാൻ ഈ വർഷം നമ്മെ പരിശുദ്ധ അമ്മ ക്ഷണിക്കുകയാണ്. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റുവാൻ ഏവരെയും ഷേൺഷാട്ട് കപ്പേളകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിഭൂതി ബുധനാഴ്ച 2025 ആരംഭിക്കുന്ന അനുദിന വചന പ്രഘോഷണ പരമ്പര, വചനം പഠിക്കുന്നതിനും വചനം സ്വീകരിക്കുന്നതിനും പരിശുദ്ധ അമ്മയെപ്പോലെ വചനം സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകുന്നതിനും ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ 2025 ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.